കണ്ടിന്യൂസ് ആയിട്ട് RBI ആക്ഷൻ മോഡിലാണ്. IIFLനെതിരെയുള്ള ആരോപണത്തിന് ശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം JM ഫിനാൻഷ്യൽസിനെതിരെയാണ്. JM ഫിനാൻഷ്യൽസ് ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയാണ്. അതുവഴി അപ്ലൈ ചെയ്തിരിക്കുന്ന കുറേ ക്ലയൻസിനെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്തപ്പോൾ ഇവർ വഴി അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ ഈ JM ഫിനാൻഷ്യൽസ് വഴി അപ്ലൈ ചെയ്ത ഒരുപാട് ക്ലയൻസിനെ കിട്ടുകയും ആ വാങ്ങാനുള്ള പണം കമ്പനി തന്നെ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം IPOയുടെ സക്സസ് അല്ലെങ്കിൽ ഈ പറയുന്ന NCDയുടെ സക്സസ് എൻഷർ ചെയ്യുകയായിരുന്നു ലക്ഷ്യം. കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള പരസ്യം, അതായത് ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ആയി എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അതിനുശേഷം കിട്ടിയ ഓഹരികൾ അന്ന് തന്നെ അല്ലെങ്കിൽ കിട്ടിയ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് അന്ന് തന്നെ വിൽക്കുകയും അത് നഷ്ടം സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഇത് ഒരു പബ്ലിക്കിൻ്റെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയായിട്ട് തോന്നി. അതിനാൽ RBI വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ സെബിയും ശക്തമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.